വിചിത്രകുമാരി. വാരണസിയിലെ മുക്തശേഖര രാജകുമാരൻ ഒരു ദിവസം നായാട്ടിനു പുറപ്പെട്ടു. ഇഷ്ടത്തോഴനായ മന്ത്രികുമാരനും ഒപ്പമുണ്ടായിരുന്നു. ഈ പ്രദേശത്തേക്ക് നമ്മളങ്ങനെ വന്നിട്ടില്ലല്ലോ. യാത്രക്കിടയിൽ വനമധ്യത്തിലുള്ള ഒരു ക്ഷേത്രത്തിനരികിൽ അവരെത്തി. ഇവിടമൊന്ന് ചുറ്റി ക്ഷേത്രത്തിലും കയറിയിട്ടാവാം ഇനി യാത്ര. കുളത്തിലിറങ്ങി മുങ്ങിക്കുളിച്ച് അവർ ക്ഷേത്രത്തിൽ കടന്നു. ആ സമയത്ത് ഒരു രാജകുമാരിയും സേവകരും അവിടെ വന്നു ചേർന്നു. ഹാ, ശാന്തസുന്ദരം! പൂക്കൾ, കിളികൾ, താമരക്കുളം. നമുക്കിവിടെ അല്പനേരം വിശ്രമിച്ചിട്ട് യാത്ര തുടരാം. അവർ അവിടെ മരത്തണലിൽ വിശ്രമിച്ചു. കുമാരി തൻ്റെ തോഴിയെ വിളിച്ചു പറഞ്ഞു, എനിക്ക് ചൂടാൻ അതിലൊരു പൂവ് പറിച്ചു തരൂ. തോഴി പൂവ് പറിച്ച് കുമാരിയുടെ ചെവിയിൽ തിരുകി. അല്പം കഴിഞ്ഞ്, ഞേ, ആരാണീ സുന്ദരി? മുക്തശേഖരൻ മുന്നോട്ടടുത്തതും കുമാരി പെട്ടെന്ന് വിചിത്രമായൊരു പ്രവൃത്തി ചെയ്തു. അവൾ തൻ്റെ പൂവ് ചെവിയിൽ നിന്ന് വലിച്ചെടുത്ത് അതിൻ്റെ തണ്ടു കടിച്ച് കാൽച്ചുവട്ടിലിട്ടൊന്ന് ചവിട്ടി അതു തൻ്റെ മാറോടു ചേർത്തു. പിന്നെ, വരൂ, നേരമേറെയായി, പോകാം. അവളുടെ ആ പ്രവൃത്തിയുടെ അർത്ഥം എന്തായിരിക്കും? അത് എനിക്കുള്ള സന്ദേശമായിരിക്കുമോ? അവർ പോയ ഉടൻ മന്ത്രികുമാരൻ ക്ഷേത്രത്തിനുള്ളിൽ നിന്നും പുറത്തു വന്നു. പോയി. അവൾ ആരാണെന്ന് പോലും എനിക്കറിയില്ല. ആര് പോയെന്നാണ്? ഈ ഭൂമിയിൽ ഏറ്റവും സുന്ദരിയായവൾ. എനിക്ക് അവളെ വിവാഹം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. മനസ്സിലായി. പക്ഷേ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. വരൂ, നമുക്ക് കൊട്ടാരത്തിലേക്ക് മടങ്ങാം. ഞാനൊരു വഴി കണ്ടെത്താം. അതിബുദ്ധിമാനായിരുന്നു മന്ത്രികുമാരൻ. കൊട്ടാരത്തിൽ അവൾ താങ്കളോടെന്തെങ്കിലും സംസാരിച്ചിരുന്നോ? ഒരു വാക്കുപോലും മിണ്ടിയില്ല. മന്ത്രികുമാരൻ അല്പനേരം ഒന്നാലോചിച്ചു. എന്തെങ്കിലും ഒരു സൂചന, വിചിത്രമായ എന്തെങ്കിലും പ്രവൃത്തി, അങ്ങനെ എന്തെങ്കിലും? ഉവ്വ്, ഇപ്പോൾ ഓർക്കുന്നു. മുക്തശേഖരൻ കുമാരിയുടെ വിചിത്രമായ പെരുമാറ്റത്തെക്കുറിച്ച് വിശദമായി പറഞ്ഞു കേൾപ്പിച്ചു. ഇപ്പോൾ എല്ലാം പിടികിട്ടി.